ആരാടാ? ഞാനാ. അതല്ല, വാതിൽ മുട്ടണത് ആരാന്ന് അതറിഞ്ഞൂടാ. ആരാ? കേശവണ്ണാ, കേശവണ്ണ ഞാൻ ഇറങ്ങി വന്നെന്നാ. ഇറങ്ങി വന്നെന്നാ? കേശവണ്ണ അണ്ണനെ കാണാൻ ഞാൻ വന്നെന്നാ. ഓഹോ, അപ്പൊ നീ ട്രിവാൻഡ്രത്തുനിന്ന് ഓളെ സെറ്റ് ആക്കിയല്ലേ? എന്താ ചേച്ചി പറയണത്? ആരാ? അണ്ണാ, അണ്ണനെ മനസ്സിലായില്ലേ? ഞാൻ അണ്ണനെ രേവതി. രേവതിയാ? ഓ അണ്ണാ. ആരല്ലയാ? അണ്ണം വിളിച്ചിട്ട് തന്നെ അല്ലേ വന്നത്? അണ്ണം തന്നെ അങ്ങ് ഡീൽ ചെയ്യും. സത്യം പറ, ആരത്? പൊന്നേച്ചി സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അണ്ണാ, അണ്ണനെ അറിഞ്ഞൂടാ. ഞാൻ അണ്ണാ രേവതി അണ്ണാ. നീ എന്ന് പോയാ? നീ ഏതാ? മര്യാദയ്ക്ക് ആ കൊച്ചിനെ വിളിച്ചോണ്ട് ഇവിടുത്തെ ഇറങ്ങിക്കോളാം. എന്റെ പൊന്നേച്ചി സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അണ്ണാ, അണ്ണമ്മ നമുക്ക് പോവാം. എനിക്ക് ഇരുട്ടത്ത് ഒറ്റയ്ക്കാൻ പേടി. അണ്ണമ്മ ചെല്ലണ്ണ. പറഞ്ഞു അതെ. എന്തിനാ? ഈ രേവതിയാണോ അതോ രേഷ്മയാണോ? അണ്ണാ, അണ്ണന്റെ രേവതി അണ്ണാ. അതല്ല, ഫ്രണ്ടിന്റെ ഫ്രണ്ട്. അണ്ണ തുറയണ്ണാ. തുറക്ക. ആളുള്ളതാ കേട്ടോ. രേവതി. രേവതി എന്തോ? കേശവണ്ണ, കേശവണ്ണ മനസ്സിലായില്ലേ? കേശവണ്ണ അമ്മായിയാ? അമ്മായി വെറുതെ ആഗ്രഹിച്ചല്ലേ മോനെ? ഞാൻ അല്ല, അമ്മ എന്താ ഈ പാതിരാത്രിക്ക്? ആകാശത്തിന്റെ കീഴിൽ ഈ രാത്രിയും പകലെല്ലാം ഒരുപോലെയാണ്. ആണാ? എന്നാ പിന്നെ അമ്മായി പുറത്തോടുന്നു. അങ്ങനെ അല്ല, ഇതിപ്പോ എവിടെന്നാ വരണേ? തൃശ്ശൂർ ചെന്ന് വണ്ടി എടുത്ത് നേരെ പാലക്കാട്, പാലക്കാട് നേരെ പൊള്ളാച്ചി, പൊള്ളാച്ചി നേരെ മധുര, എന്നിട്ട് കറങ്ങി തിരിഞ്ഞ് ദേ ഇവിടെ എത്തി. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഞാൻ വന്നല്ലേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിച്ചിരിക്കാം. സമയമില്ല. ഗുഡ് നൈറ്റ്. ഉറക്കം. അതെ, ഉറക്കം വരുന്നു. പോയി കിടന്ന് ഉറങ്ങി പോ. എടേ കഴിക്കാൻ വല്ലതും ഉണ്ടാടേ? അതൊക്കെ അമ്മൂമ്മ ചോറൊക്കെ വെള്ളത്തിലിട്ട് വിളിക്കണം അമ്മായിയമ്മേനെ. വേണ്ട, എന്താ വന്ന് കിടന്ന് ഉറങ്ങും. ശരി കേറ്. ഓ, ഞാൻ പൂട്ടാം. പോകോ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല, ആദിപരാശക്തിക്ക് പൊങ്കാല പൊങ്കാല, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല, ആദിപരാശക്തിക്ക് പൊങ്കാല പൊങ്കാല. ഭയങ്കര ഓളാണല്ലോ ലച്ചു. പിന്നെ അല്ല, അവൻ അമ്പലത്തിലൊക്കെ പോയല്ലോ. പോയി. എന്നെ കൂടെ വിളിക്കാത്തത്? അതിന് അമ്മായി ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടല്ലേ വന്നത്. പിന്നെ എന്തായാലും എണീക്കുമ്പോ ലേറ്റ് ആവുന്ന എനിക്കറിയാം, അതാ വിളിക്കാൻ. ശരി തന്നെ, വന്ന് കിടന്നപ്പോഴേ ലേറ്റായി. പക്ഷെ നീ വിളിക്കായിരുന്നു കേട്ടാ. നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. ഒന്നുമില്ലെങ്കിലും നാറ്റോല് പൊങ്കാലയല്ലേ, ആറ്റുകാലേ പോകാൻ പറ്റിയില്ല. അമ്പലത്തിലെങ്കിലും പോവായിരുന്നല്ല. അത് ശരി കേട്ടോ. മര്യാദക്ക് പ്ലാൻ ചെയ്യണമായിരുന്നു. മര്യാദക്ക് പ്ലാനൊക്കെ ചെയ്ത് എല്ലാവരും ആറ്റുകാല അമ്പലത്തിലൊക്കെ പോയി പൊങ്കാലയൊക്കെ ഇട്ട്, പിന്നെ അവിടെ ഭാസ്യങ്ങളുടെ കസിൻസിന്റെ വീടുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരായിരുന്നു. കിള്ളിപ്പാലത്തെ കരമ്പനെന്തോ അല്ലേ വീട്, അവിടെ ആണെങ്കിൽ പോവായിരുന്നു നമുക്ക്. ആരുടെ വീട്? ആരുടെ വീട്? ഭാസ്യണ്ണന്റെ ബന്ധുക്കളെ വീട്. ഭാസ്യണ്ണന്റെ ബന്ധുക്കളെ വീട്. ഓ, മറ്റേ പൊങ്കാലിടാൻ പോകാനായിരിക്കും. ഭാസ്യങ്ങൾ പോലും പോയി കാണൂല. പോടാ അവിടെ നിന്ന്. ഭാസ്യങ്ങളൊക്കെ ഇന്നലെ പോയി. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചില്ലല്ലോ. എന്നിട്ട് പിന്നെ എല്ലാത്തിനും നിന്നെ വിളിക്കണമെന്നുണ്ടോ? ഭാസ്യങ്ങളുടെ പെങ്ങളും അളിയനൊക്കെ പൊങ്കാലിടാൻ പോണെന്ന്, അങ്ങനെ പോയതാ. ആണോ? എന്നാ പിന്നെ നമ്മളോട് പോകണ്ടായിരുന്നില്ലേ? പോണ്ടതായിരുന്നു. മര്യാദക്ക് പ്ലാൻ ചെയ്യണമായിരുന്നു. ട്രിവാൻഡ്രത്ത് പിന്നെ റോട്ടില് പൊങ്കാല ഇട്ടാലും അമ്മയുടെ നടയിൽ പൊങ്കാല ഇടുന്ന പോലെയാ. ഇത്തവണ അമ്മയുടെ നടയില് എത്ര ലക്ഷം പേര് പൊങ്കാല ഇടുന്ന് കണ്ടറിയാ. ഞാൻ ആദ്യമായിട്ട് പൊങ്കാലയ്ക്ക് പോകണം എപ്പോഴെന്ന് അറിയോ? 5ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴാണ്.
എന്ത് രസമായിരുന്നെന്ന് അറിയാമോ? നമ്മൾ എന്തൊക്കെ സാധനങ്ങൾക്ക് വേണ്ടി ഒരുക്കും. ശർക്കര പൊങ്കാലയുണ്ട്, വെള്ള പൊങ്കാലയുണ്ട്, പാൽപ്പായസം ഇടും, മണ്ടപ്പുറ്റിടും, പിന്നെ തിരളിയപ്പം ഉണ്ടാക്കും, അങ്ങനെ എല്ലാം ഉണ്ടാക്കുമായിരുന്നു. നല്ല രസമായിരുന്നേ ആ സമയം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല പൊങ്കാല ആദിപരാശക്തിക്ക് പൊങ്കാല പൊങ്കാല. ആ തിരിച്ചെത്തിയായിരുന്നോ? എത്തി. ഞാനും രാവിലെ റെഡിയായതായിരുന്നു. ആണോ? എന്നാ എന്തേലും കഴിച്ചിട്ട് പിന്നെയും കയറി കിടന്ന് ഉറങ്ങുക. ലച്ചസ് കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനും അമ്പലത്തിൽ വന്നേനെ. ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. പക്ഷെ അമ്പലത്തിലെ പൂജാരി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലല്ലോ. നീ പല്ലൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി വരാൻ എന്തായാലും ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും അമ്പലത്തിലെ നട അടയ്ക്കും. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ശരിക്കും കുളിച്ച് റെഡിയായിട്ട് വരാൻ ആരാ സമയം എടുക്കുന്നുള്ള കാര്യം. അതൊക്കെ ഞാൻ ഒരു 10-15 മിനിറ്റ് മതി. ഫുള്ള് കുളിച്ച് റെഡിയായി സെറ്റായിട്ട് പുറത്തിറങ്ങും. കള്ളൻ. അപ്പൊ കള്ളൻ എന്തിനാ വിളിച്ചേ? നിന്നെ ഞാൻ കള്ളാന്ന് വിളിച്ചത് ഞാൻ പറഞ്ഞോ? അപ്പൊ പിന്നെ എന്നെയാണോ കള്ളാന്ന് വിളിച്ചത്? അത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചു ആരാ കള്ളൻ. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ. ഇതെന്തോ ഇത്? പൊങ്കാലക്കുള്ള സാധനങ്ങള്. അമ്മൂമ്മ പൊങ്കാലിട്ട് ട്രിവാൻഡ്രം പോവാ? എന്റെ കൊച്ചെ, ഇപ്പൊ തിരുവനന്തപുരത്ത് പോയ സമയത്തിന് അങ്ങ് എത്തുവോ? ഇല്ല, അതല്ലേ ചോദിച്ചേ. ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പൊങ്കാലയിടാൻ തീരുമാനിച്ചു. എന്തായാലും അത് കൊള്ളാം. പിന്നെ എന്താ എന്റെ അടുത്ത് പറയാത്ത? മക്കൾ ഇന്നലെ വന്നപ്പോ എത്ര മണിയായി? അതുകൊണ്ടാ പറയാതിരുന്നേ. രാവിലെ പറയാന്ന് വിചാരിച്ചപ്പോഴോ രാവിലെ വന്ന് നോക്കിയപ്പോ നല്ല ഉറക്കം. അതുകൊണ്ടാ പറയാതിരുന്നേ. പിന്നെ തിരുവനന്തപുരത്ത് പോയി പൊങ്കാലയിടാൻ പറ്റാത്ത സമയത്ത് ഞാൻ പടവലത്തെ വീട്ടിന്റെ മുറ്റത്ത് പൊങ്കാലയിടുന്ന നിനക്ക് അറിയത്തില്ലയോ? അറിയാം. പിന്നെന്താ? അമ്മൂമ്മ കനകപ്പം മേടിച്ചേ? അത് ഞാനും കനകവും കൂടെ ഇന്നലെ പോയി അങ്ങ് വാങ്ങിച്ചു. രണ്ടുപേരോടെ രാവിലെ കുളിച്ചൊരുങ്ങിയ സുന്ദരിയായിട്ടാ നിൽക്കുകയാണല്ലേ? എന്തും എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നേ. എല്ലാരും കുളിച്ച് റെഡിയായി പെട്ടെന്ന് വന്നേ. അമ്മൂമ്മ ഞാൻ എന്താണെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കും. ഞാൻ നിങ്ങളെ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യും. അമ്മ ഒരു 10 മിനിറ്റ് ഞാൻ പെട്ടെന്ന് കുളിച്ച് റെഡിയാ. പെട്ടെന്ന് വരണം. 5 മിനിറ്റ് ഞാൻ താവുന്നു. എന്നാ ഞാനും പെട്ടെന്ന് സെറ്റ് ആയിട്ട് വരാം. അല്പം കേട്ടോ. എന്തായി നോക്കണേ? ലച്ചൂസേ, ലച്ചൂസിനെ ഇന്ന് കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ നേരത്തെ സുന്ദരി അല്ലായിരുന്നോ? നേരത്തെ സുന്ദരിയാണല്ലോ. ഇന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. നിന്നെ കാണാനും സുന്ദരനായിട്ടുണ്ട്. ശരിക്കും ശരിക്കും ശരിക്കും. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാനേ ഇന്ന് തൊട്ട് വ്രതം എടുക്കാൻ പോവാ. 21 ചൊവ്വയും 21 വെള്ളിയും വ്രതം. വ്രതോ? ലച്ചൂസ് ജന്മനാ വ്രതത്തിലാണല്ലോ. ഒരു ദിവസം പോലും മര്യാദയ്ക്ക് ആഹാരം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്തിനാണ് വ്രതം? നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിലിരിക്കുന്ന കേക്കരുത് കേട്ടോ. എന്തിനാ വ്രതം എന്ന് പറ. എടാ, ഞാൻ വ്രതം എടുക്കുന്നത് നിനക്ക് വേണ്ടിട്ടാ. എനിക്ക് വേണ്ടിട്ടാ? ആ, എന്തിന്? അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ നന്നാവാനോ? ഞാൻ ഓൾറെഡി നല്ലതാണല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. സത്യം പറഞ്ഞാലേ ഈ ഒരു വ്രതം എന്ന് പറയുന്നത് നിന്റെ സന്തോഷത്തിനും നിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ നിനക്ക് കുറെ ടെൻഷനൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം മാറാൻ വേണ്ടിട്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിന്റെ സന്തോഷമല്ല എന്റെ സന്തോഷം. നമ്മുടെ സന്തോഷം അത് വേണം. സാരി കൊടുത്തത് കറക്റ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ അല്ലേ? എന്നാ പിന്നെ